ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിനിയാണേ. പല്ലവീസിന്റെ ഓണസദ്യയുടെ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഫുൾ സദ്യ അത് എങ്ങനെ ഉണ്ടാക്കണം, എപ്പോൾ ഉണ്ടാക്കണം, അത് എത്ര പെട്ടെന്ന് തീർക്കാൻ നമുക്ക് പറ്റും, അത് എന്തെല്ലാം സാധനങ്ങൾ വാങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം, ഇതെല്ലാം ഒരു 10-25 വയസ്സിനകത്തുള്ള പിള്ളേർക്കുള്ള ഒരു കൺഫ്യൂഷനാണത്. ഈ കൺഫ്യൂഷനൊക്കെ തീർക്കാൻ വേണ്ടിയും അതുപോലെ ഇതെല്ലാം എങ്ങനെ ഉണ്ടാക്കണം അതിന്റെയൊക്കെ റെസിപ്പിയുമായി ഞാൻ ഇന്ന് തുടങ്ങി 10 എപ്പിസോഡുകളായിട്ട് ഞാൻ ഇടുന്നുണ്ടേ. അതില് ഇന്ന് ഈ കാണിക്കുന്ന എപ്പിസോഡില് നമ്മുടെ സദ്യയുടെ മർമ്മപ്രധാനമായ ഇഞ്ചിക്കറിയുമായിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. 101 കറികൾക്ക് തുല്യമാണ് ഒരു ഇഞ്ചിക്കറി. ഇത് ഞാൻ പറഞ്ഞതല്ല, പഴമക്കാർ പറയുന്നതാണ്. ഈ സീരീസ് തുടങ്ങാൻ തന്നെ കാരണം എന്റെ മകന്റെ ഫ്രണ്ട്സിനോട് ഇപ്രാവശ്യത്തെ ഓണത്തിന് എന്താ പ്ലാൻ എന്ന് ചോദിച്ചു. അപ്പൊ അവരുടനെ പറഞ്ഞത്, കൊറോണ കാലത്ത് ഈ ഓണം സെലിബ്രേഷൻ എന്തോന്ന് ആന്റിന്ന്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ വിഷമം തോന്നി. ഒരു പ്രശ്നവും ഇല്ല മക്കളെ, നമുക്ക് വർക്ക് അറ്റ് ഹോമിന്റെയൊക്കെ ഫ്രസ്ട്രേഷനിൽ നിന്നുമുള്ള ഒരു മോചനമാകട്ടെ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണസദ്യ. എന്റെ ഇളയ മകൻ, അവൻ വിദേശത്താണ് പഠിക്കുന്നത്. അവൻ ഇപ്രാവശ്യം ഓണത്തിന് എന്തൊക്കെ ചെയ്യണോ അമ്മ എന്ന് ചോദിച്ചപ്പം ഞാൻ ഇതിന്റെ ഒക്കെ റെസിപ്പി പറഞ്ഞു കൊടുത്തു. പക്ഷെ അവൻ എവിടെ തുടങ്ങണമെന്ന് കൺഫ്യൂഷൻ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ശരിയാണ്, ഇതൊരു കൺഫ്യൂഷൻ തന്നെയാണ്. അപ്പൊ ഞാൻ ഇതിന് ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ സദ്യ വീട്ടിലുണ്ടാക്കണമെന്ന് പറയുമ്പം ഒരു വെപ്രാളമാണ്. പക്ഷെ അത് കറക്റ്റായിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്താലേ അതൊരു ആനക്കാര്യമേ അല്ല. ഇത് പറയാൻ കാരണം ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ്. ഞാൻ തിരുവനന്തപുരത്തുള്ള കൈത്തറികളുടെ നാടായ ബാലരാമപുരത്തുള്ള ഒരു ഉൾനാടൻ പ്രദേശത്താണ് ജനിച്ചത്. എന്റെ അമ്മ പഠിപ്പിച്ചു തന്ന നാട്ടുരുചികളുടെയും അതുപോലെ നാട്ടറിവുകളുടെയും അനുഭവ സമ്പത്തുമായിട്ടാണ് ഞാൻ 20-ാം വയസ്സിൽ കല്യാണം കഴിക്കുന്നത്. സത്യം പറഞ്ഞ ഈ നാട്ടറിവുകളാണ് എന്നെ കൂടുതൽ സംഗതികൾ അറിയാൻ, അതായത് മനസ്സിലാക്കാൻ പ്രാപ്തയാക്കിയത്. അത് കഴിഞ്ഞ് ഞാൻ ഭർത്താവിന്റെ വീട്ടിൽ ചെന്നപ്പോ അവിടെ അമ്മ അടിപൊളി ഒരു പാചക വിദഗ്ധയാണ്, കൂടെ ആദ്യകാലത്തെ വനിതാ സംരംഭകയും. അക്കാലത്ത്, അതായത് 77-ലൊക്കെ, ആ സമയത്ത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഏറ്റവും പ്രസിദ്ധമായ സ്ഥാപനമായിരുന്നു ആനന്ദ് ഫുഡ് പ്രോഡക്ട്സ്. അത് അമ്മയുടേതാണ്. ആ സമയത്ത്, അതായത് 77 സമയങ്ങളിൽ തന്നെ ഇൻസ്റ്റന്റ് ഇഞ്ചിക്കറി, ഇൻസ്റ്റന്റ് നാരങ്ങ, അതുപോലെ റൈസ് ഉപ്പുമ, പുട്ടുപൊടി, ഇടിയപ്പപ്പൊടി, എന്തിനു പറയുന്ന ഇൻസ്റ്റന്റ് കടലപ്രഥമൻ വരെ ഉണ്ടായിരുന്നു. അതുപോലെ ആ സമയത്ത് ട്രിവാൻഡ്രത്ത് പുട്ടുപൊടിയും ഇടിയപ്പപ്പൊടിയും ഒക്കെ ആദ്യമായി ഇറക്കിയതും ആനന്ദ് ഫുഡ് പ്രോഡക്ട്സ് തന്നെയാണ്. 80-കളിലാണെന്ന് ഓർമ്മിക്കണം. എന്റെ കല്യാണം കഴിഞ്ഞ് ഒരു 5-6 വർഷം എനിക്ക് അമ്മയോടൊപ്പം ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ ഭർത്താവിനോടൊപ്പം UAE-യിലേക്ക് പോയി. അമ്മയോടൊപ്പമുള്ള 5-6 വർഷത്തെ എക്സ്പീരിയൻസ്, അനുഭവ സമ്പത്ത്, അതാണ് എനിക്ക് പാചകത്തിനോട് ഇൻട്രസ്റ്റ് വരുത്തിയതും അതുപോലെ രുചികളുടെ ലോകത്തേക്ക് ഞാൻ എത്തുന്നതും. പക്ഷെ അമ്മയുടെ മരണശേഷം ആ ഇൻഡസ്ട്രി നിന്നുപോയി. ഞങ്ങളിപ്പോ, അതായത് ഞാനും എന്റെ ഹസ്ബൻഡിന്റെ സഹോദരി, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. സത്യം പറഞ്ഞത് ഇതിനു മുന്നേ ഓപ്പൺ ചെയ്യേണ്ടതാണ്. പക്ഷെ ഈ ലോക്ക്ഡൌൺ കാരണം ഞങ്ങൾക്ക് അതിന് കഴിയാതെ പോയി. താമസിയാതെ അത് ഉടൻ തിരിച്ചു വരും. ഞാൻ എന്റെ വിവാഹം കഴിഞ്ഞു പോകുമ്പോഴുള്ള ആ കാലഘട്ടത്ത് ഓണസദ്യ അല്ലെങ്കിൽ സദ്യ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഭയങ്കര വെപ്രാളമാണ്. കാര്യം എന്തെന്നാ, പരിചയക്കുറവാണ്. 3 മണിയായാലും സദ്യ ഉണ്ടാക്കി തീരില്ല. അത് കാരണം ഭയങ്കര ടെൻഷനാണ്. അതിൽ ആ സമയത്ത് എനിക്കൊരു വലിയൊരു പാളിച്ച പറ്റിയത് എന്താണെന്നോ, ഒരു ഓണസദ്യക്ക് ഫ്രണ്ട്സിനെ കഴിക്കാൻ വിളിച്ചു. അവര് വന്നു, കറികളെല്ലാം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു, ഇലയിട്ടു, വിളമ്പി. കറികളെല്ലാം വിളമ്പാൻ എടുത്തപ്പോഴാണ് അബദ്ധം മനസ്സിലായത്, ചോറുണ്ടാക്കിയിട്ടില്ല. അന്ന് തുടങ്ങിയതാണ് എന്റെ മനസ്സിൽ ആ സദ്യ എന്ന് പറയുമ്പം ആ ഒരു ടെൻഷൻ പറഞ്ഞറിയിക്കാൻ പറ്റൂലായിരുന്നു. പിന്നെ ഞാൻ അതിനെ ഷെഡ്യൂൾ ചെയ്ത് ഒരു മെത്തേഡ് ഞാൻ ഡെവലപ്പ് ചെയ്തു. അപ്പം കറക്റ്റ് സമയത്തിന് ഒരു 12 മണിയൊക്കെ ആവുമ്പം തന്നെ നമുക്ക് ചോറടക്കം എല്ലാം ചെയ്ത് തീർക്കാനും പറ്റും. നമുക്കൊരു 12:30 ആകുമ്പോൾ സദ്യ വിളമ്പാനും പറ്റും. ഞാൻ
ഡെവലപ്പ് ചെയ്ത മെത്തേഡാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ഷെഡ്യൂളിൽ ഓണത്തിന്റെ തലേ ദിവസം മുതൽ അന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്തൊക്കെ കുതിർക്കാൻ വയ്ക്കണം, എന്തെല്ലാം പൊളിച്ചു വയ്ക്കണം എന്നുള്ള കാര്യങ്ങൾ മുതൽ പിറ്റേ ദിവസം, അതായത് തിരുവോണത്തിന്റെ അന്ന് ഉച്ച വരെ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ 12 മണിക്കകത്ത് തന്നെ നിങ്ങളുടെ വർക്ക് തീരും. ഞാനിവിടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതിൽ ഒരു ചെറിയ ഫാമിലിക്ക്, അതായത് 4 മെമ്പേഴ്സ് ഉള്ള ഒരു ഫാമിലി, അത് നമുക്ക് സദ്യ ആയതുകൊണ്ട് 5 പേർക്ക് 6 പേർക്ക് വരെ വിളമ്പാൻ പറ്റും. ആ ഫാമിലിക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ്, അതായത് പ്രൊവിഷൻ, മലക്കറി, അങ്ങനത്തെ സാധനങ്ങൾ, അതിന്റെ ലിസ്റ്റ് ഇടുന്നുണ്ട്. അതുപോലെ നമുക്ക് എന്തെല്ലാം തലേ ദിവസം ഒരുക്കി വെക്കണം, അതായത് എക്സാമ്പിൾ അച്ചാറുകൾ, പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഈ സാധനങ്ങളുടെ ലിസ്റ്റ് എന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണും, നിങ്ങളത് നോക്കുക. പിന്നെ അതിൽ നിങ്ങളുടെ കയ്യിൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടെന്ന് നോക്കുക, അതനുസരിച്ച് ബാക്കിയുള്ളത് വാങ്ങി വെക്കുക. പിന്നെ ഞാനിവിടെ 17 തരത്തിലുള്ള കറികളാണ് ഉണ്ടാക്കുന്നത്. ആ കറികളിൽ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് ഇല്ലാന്ന് എനിക്കറിയില്ല. അപ്പൊ അത് നോക്കി ആവശ്യമില്ലാത്ത കറികളുടെ സാധനങ്ങൾ വാങ്ങണ്ട. അതുപോലെ 17 കറികളാണ് ഞാൻ 10 ദിവസങ്ങളായിട്ട് ആ 17 കറികളുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പൊ അതിനാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി വെക്കുക. ഇപ്പൊ ചില കറികൾ നിങ്ങൾക്ക് വേണ്ടാന്നുണ്ട്, എക്സാമ്പിൾ ഞാനിവിടെ 4 അച്ചാറ് പറയുന്നുണ്ട്, 2 കിച്ചടി പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിലൊക്കെ എന്തെങ്കിലും വേണ്ടാന്നുണ്ടെങ്കിൽ ആ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന 17 ഐറ്റംസ്. ഇതില് സദ്യ ഉണ്ടാക്കേണ്ട തലേ ദിവസം ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഈ 17 ഐറ്റംസില് നമ്മുടെ 4 അച്ചാറുകളായ ഇഞ്ചിക്കറി, നാരങ്ങക്കറി, മാങ്ങക്കറി, സ്വീറ്റ് കറി, അതിന്റെ കൂടെ പുളിശ്ശേരി, രസം, ഇത്രയും കൂടെ ഉണ്ടാക്കി വെക്കണം. ഇതില് പുളിശ്ശേരി ഉണ്ടാക്കിയതിന് ശേഷം കടുക് വറക്കണ്ട. കടുക് വറക്കാതെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിറ്റേ ദിവസം അത് വിളമ്പുന്ന സമയത്ത് കടുക് വറുത്ത് ഉപയോഗിച്ചാൽ മതി. അടുത്ത് ഇല മുറിച്ച് കഴുകി തുടച്ച് സൂക്ഷിച്ചു വെക്കണം. ചെറുപയർ പരിപ്പ് വറുത്ത് വെക്കണേ. അതിനുശേഷം പെപ്പർ, ഗരം മസാല, ഏലക്ക ഇവയെല്ലാം പൊടിച്ചു വെക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് 5 തേങ്ങ തിരുമ്മി ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇതില് ഒരു കാര്യം പറയാനുള്ളത്, കടലപ്രഥമന് നമുക്ക് ഏതാണ്ട് 2 തേങ്ങയുടെ പാല് വേണ്ടി വരും. അതുപോലെ ഓലനും വടക്കൂട്ടുകറിക്കും അതിനും ഏതാണ്ട് 1 തേങ്ങയുടെ പാല് വേണ്ടി വരും. ഇതിൽ നിങ്ങൾ റെഡിമെയ്ഡ് കോക്കനട്ട് മിൽക്ക് പൗഡറോ അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്കോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 2 തേങ്ങ തിരുമ്മി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അടുത്ത് നിങ്ങൾ പ്രഥമന് വേണ്ടിയിട്ട് 10-20 തേങ്ങാ കഷ്ണങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞ് അതും ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇനി രാത്രി കടലപ്പരിപ്പ് വെള്ളത്തിൽ കുതിർക്കാനിടണം. സദ്യയുടെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയാണ് നമുക്ക് സൗകര്യം. രാവിലെ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ തലേ ദിവസം നിങ്ങൾ ഇഡലിയുടെ മാവും റെഡിയാക്കി വെക്കണം. അടുത്ത് നമുക്ക് സദ്യക്ക് വേണ്ടിയിട്ടുള്ള മലക്കറി കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കണം. അത് ഏതൊക്കെയാണ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാമേ. ഒരു മുരിങ്ങയ്ക്ക് ഇത് ഒരു 5 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഒരു മീഡിയം സൈസ് കത്തിരിക്ക, അത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യണം. അടുത്ത് ടൊമാറ്റോ 2 എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യണം. ഒരു ചെറിയ പീസ് പടവലങ്ങ ഒരു 4 പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് 4 അമരക്കയാണ്, അത് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് മത്തൻ ഒരു 6 കഷ്ണങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ മത്തൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ മത്തൻ എടുത്തത്. നിങ്ങളുടെ കയ്യിൽ വെള്ളരിക്കയാണെങ്കിൽ അതെടുത്താൽ മതി. ഇനി അടുത്ത് നമുക്ക് 4 വെണ്ടയ്ക്ക വേണം. അതിന് ഞാൻ ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് 4 പച്ചമുളക്, അത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് വേണ്ടത് ചേമ്പൻകിഴങ്ങാണ്. എൻ്റെ കയ്യിൽ ചെറിയ പീസ് ചേമ്പൻകിഴങ്ങായിരുന്നു ഉണ്ടായിരുന്നത്, അത് ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വലിയ ചേമ്പൻകിഴങ്ങാണെങ്കിൽ അത് 2ആയിട്ട് കട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയും സാമ്പാറിനുള്ള മലക്കറി ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് അവിയലിൻ്റെത്. അവിയലിന് ആദ്യം വേണ്ടത് വെള്ളരിക്കയാണ്. അത് 1 കഷ്ണം എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കണം. അടുത്ത് വേണ്ടത് ചേനയും ഇതുപോലെ അവിയലിന് നീളത്തില് ഇത്രയും സൈസിൽ കട്ട് ചെയ്യണം. അടുത്ത് പടവലങ്ങ, അതും ഇതുപോലെ കട്ട് ചെയ്യണം. ഒരു ക്യാരറ്റ് എടുത്ത് അത് 2ആയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്.
അടുത്ത് വേണ്ടത് ഏത്തങ്കായാണ്. അതും ഇതുപോലെ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഏതാണ്ട് നമ്മുടെ കൈപ്പത്തി വലുപ്പത്തിനുള്ള ഏത്തങ്കായാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് വേണ്ടത് 4 അമരക്കയാണ്. അത് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് 2ആയിട്ട് പിളർന്ന് വെക്കുന്നുണ്ട്. ഇനി അടുത്ത് വേണ്ടത് ഒരു മുരിങ്ങയ്ക്കയാണ്. അതും ഇതുപോലെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം പിളർന്ന് വെക്കണം. ഇനി അടുത്ത് വേണ്ടത് ചെറിയ മീഡിയം സൈസ് കത്തിരിക്ക. അതും ഇതുപോലെ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുന്നു. ഇനി അടുത്ത് വേണ്ടത് 4 പച്ചമുളക്. അത് ഇതുപോലെ 2ആയിട്ട് പിളർന്ന് വയ്ക്കണം. ഇതുപോലെ അവിയനെല്ലാം അരിഞ്ഞിട്ട് ഇതിനെയും ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഇനി അടുത്ത് നമുക്ക് തോരൻ്റെ കാര്യം നോക്കാം. ഞാനൊരു കഷ്ണം ക്യാബേജ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് നമുക്ക് വേണ്ടത് 2-3 ഗാർലിക്. അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഇനി വേണ്ടത് പച്ചമുളകാണ്. അതും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെക്കണം. ഇനി അടുത്ത് ഇഞ്ചി. അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് നമുക്ക് വേണ്ടത്. ഇതും കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഈ തോരന് ഒരു സവോളയും കൂടെ വേണം, ചെറുതായിട്ട് കട്ട് ചെയ്തത്. പക്ഷേ അത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുന്നേ മാത്രം കട്ട് ചെയ്ത് ഇതിന്റെ കൂടെ ചേർത്താൽ മതി. അല്ലാതെ ചെറിയ ഉള്ളിയോ സവോളയോ ഒന്നും കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കരുത്. ഇനി അടുത്തത് ഓലന്റെ കഷ്ണങ്ങളാണ്. അത് തടിയങ്കായാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതും ഇതുപോലെ കട്ട് ചെയ്ത് 2 പച്ചമുളകുമായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഇനി അടുത്ത് വരുന്നത് കിച്ചടി, ടൊമാറ്റോ കിച്ചടിക്കാണ്. ഈ ടൊമാറ്റോ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് അതും ഫ്രിഡ്ജിൽ വെക്കണം. ഇനി വെള്ളരിക്ക കിച്ചടിക്കുള്ള വെള്ളരിക്കയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ ഈ ഇത്രയും വെജിറ്റബിൾസ് കട്ട് ചെയ്ത വെജിറ്റബിൾസ് എല്ലാം അടച്ച് വേണം ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടത്. എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് ആയാൽ അത്രയും നല്ലത്. തുറന്നു വെക്കണ്ട. ഇപ്പൊ തന്നെ ഒരുപാട് സമയമായി. അതുകൊണ്ട് നമുക്ക് ഇഞ്ചിക്കറിയുടെ റെസിപ്പിയിലേക്ക് പോകാം. സദ്യയുടെ ഇനിയുള്ള ബാക്കി കറികൾ സദ്യയുടെ അന്നാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അതിന്റെ ഷെഡ്യൂള് കൂടാതെ സദ്യ വിളമ്പുന്നതടക്കം ഇതെല്ലാം വിശദമായിട്ട് ഈ സീരീസിന്റെ ഇടയിൽ ഞാനൊരു എപ്പിസോഡായിട്ട് ഇടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇഞ്ചിക്കറിയിലേക്ക് പോകാം. ഇനി നമുക്ക് അച്ചാറുകളുടെ രാജാവായ ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. ഇനി ഇഞ്ചിക്കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: 1/2 കിലോ ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് തൊലി നന്നായിട്ട് ചെത്തി കഴുകി നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. ഈ 1/2 കിലോ ഇഞ്ചി വറുത്ത് കഴിയുമ്പോൾ 50 ഗ്രാമിനകത്തേ കാണുള്ളൂ. നെല്ലിക്ക വലിപ്പത്തിന് വാളംപുളി വേണം. കുറച്ച് ശർക്കര വേണം. അടുത്ത് വേണ്ടത് കറി ലീവ്സ് ആണ്. ഇനി അടുത്ത് കോക്കനട്ട് ഓയില്. അടുത്ത് വേണ്ടത് കായം. ഇനി പൊടികളാണേ: ഉപ്പ്, മുളക് പൊടി, ഉലുവാപ്പൊടി, അടുത്ത് കടുവറക്കാനുള്ള കടുക്, വറ്റൽമുളക്. ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഇഞ്ചി വറുക്കാനുള്ള പാത്രം അടുപ്പത്ത് വെക്കാം. ഞാൻ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അത് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കൂടുതൽ എണ്ണ എടുക്കരുത്. കാര്യം ഇത് നമ്മൾ ഇഞ്ചി വറുത്ത് കഴിഞ്ഞിട്ട് ബാക്കി എണ്ണ വരും. അത് പിന്നെ ഒന്നിനും കൊള്ളൂല. കുറച്ച് കടുവറക്ക എടുക്കാം. ബാക്കി വരുന്ന എണ്ണ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. ഈ ഇഞ്ചി വറുത്തെടുക്കാൻ ഏതാണ്ട് 15 മിനിറ്റോളം നമുക്ക് വേണ്ടി വരും. അങ്ങനെ നമ്മുടെ ഇഞ്ചി ആയി കഴിഞ്ഞു. ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇഞ്ചി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഇതുപോലെ പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഓൺ ആക്കാം. ചീനച്ചട്ടി ചൂടാവുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് മാറ്റി വെച്ചില്ലേ എണ്ണ, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എണ്ണ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് കടുവറക്കാൻ തുടങ്ങാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിടാം. അത് പൊട്ടുമ്പോഴത്തേക്കും 4-5 വറ്റൽമുളക് മുറിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയിട്ട് കടുക് വറക്കാം. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കായവും 1/2 ടീസ്പൂൺ ഉലുവയും ഇടണം. ഈ പൊടികളെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ഇടണം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ ജാറ് കഴുകി അത് കുറച്ച് വെള്ളം അതും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി കറി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇതിലേക്ക് നമുക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇഞ്ചിക്കറി നന്നായിട്ടൊന്ന് തിളക്കിയിട്ട് ഇതിലെ പുളിയും ഉപ്പും എല്ലാം നന്നായിട്ട് ഇഞ്ചിയിൽ പിടിക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര, നമുക്ക് ഇഞ്ചിക്കറിക്ക് കുറച്ച് കൂടുതൽ ശർക്കര വേണ്ടി വരും. അല്ലെങ്കിൽ ആ ഇഞ്ചിയുടെ കുത്തൽ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ ഇതിലേക്ക് ഇടാം. ശർക്കരയും ഇട്ട് ഇതെല്ലാം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഇതിൽ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക.
നമ്മുടെ ഇഞ്ചിക്കറി ആയിക്കഴിഞ്ഞു. ഒരുപാട് അങ്ങ് ഇഞ്ചിക്കറി കുറുകി പോകരുത്, എന്നാൽ അത് നാളത്തേക്ക് കൂടുതൽ കട്ടിയാവും. അച്ചാറുകൾ ഉണ്ടാക്കി ഒരു ദിവസമെങ്കിലും കഴിഞ്ഞാലേ നമുക്ക് അതിൻ്റെ യഥാർത്ഥ രുചിക്കൂട്ട് കിട്ടുകയുള്ളൂ. കാര്യം എന്താ പറയുക, എല്ലാ സ്പൈസസിലും ഒരു തരത്തിലുള്ള ഒരു കുത്തലുണ്ടാവും. അത് മാറി പുളിയും ഉപ്പും മധുരവും എല്ലാം കൂടെ ചേർന്ന് അതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് കിട്ടണമെങ്കിൽ ഒരു ദിവസമെങ്കിലും കഴിയണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങൾ ഈ ഡിഷ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ കമൻസും എനിക്കിടണം. പിന്നെ വേറൊരു കാര്യം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്